എറണാകുളം അങ്കമാലിയിലെ ബസ് സമരം അവസാനിച്ചു. തൊഴിലാളികളുടെ വേതന വർധന ബസ് ഓണേഴ്സ് അംഗീകരിച്ചു. ദിവസക്കൂലിയിൽ 350 രൂപ വർദ്ധിപ്പിച്ചതോടെയാണ് സമരം ഒത്തുതീർപ്പായത്. സുരശ്രീയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂര്യ, എന്തായാലും തൊഴിലാളികളുടെ അവരുടെ ആവശ്യത്തിന് ഒരു പരിഹാരമായിരിക്കുന്നു. അവർക്ക് വേതനം വർധന അനുവദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ഗതാഗത തടസ്സത്തിനും ഒരു പരിഹാരമായല്ലോ. ബസ് ഗതാഗതം, സ്വകാര്യ ബസ്സുകൾ ഓടിത്തുടങ്ങിയോ? അങ്കമാലിയിലെ ബസ് സമരം അവസാനിച്ചു. തൊഴിലാളികളുടെ വേതന വർധന എന്ന ആവശ്യം ബസ് ഓണേഴ്സ് അസോസിയേഷൻ അംഗീകരിച്ചിട്ടുണ്ട്. സൂര്യ, തൊഴിലാളികളുടെ വേതന വർധന എന്ന ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ സ്വകാര്യ ബസ് മുടക്കം മൂലം ഈ യാത്രക്കാർ ദുരിതത്തിലായിരുന്നല്ലോ. ഇതൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? ക്രിസ്റ്റീന, കഴിഞ്ഞ 4 ദിവസമായി അങ്കമാലി മേഖലയിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തി വന്നിരുന്ന സമരമാണ് അവസാനിച്ചിരിക്കുന്നത്. വേതന വർധനയെന്ന ആവശ്യം അല്ലെങ്കിൽ സമരം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ അങ്കമാലി സിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചർച്ചയിലാണ് ബസ് ഉടമകളും അതുപോലെ ബസ് തൊഴിലാളികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിന് തീരുമാനമായിരിക്കുന്നത്. 350 രൂപ വർദ്ധിപ്പിക്കാമെന്ന ഒത്തുതീർപ്പിലാണ് ചർച്ച ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ആദ്യ 2 വർഷങ്ങളിൽ 250 രൂപയും ആദ്യ ഒരു വർഷത്തിൽ 250 രൂപയും പിന്നീടുള്ള വർഷത്തിൽ 100 രൂപ വീതവും വർദ്ധിപ്പിക്കാമെന്ന തീരുമാനത്തെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ അങ്കമാലി അതുപോലെ കാലടി, അല്ലപ്ര പ്രദേശങ്ങളിലൊക്കെ തന്നെ ബസ് സർവീസുകൾ ഭാഗമായി സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുഴുവൻ ബസ്സുകളും നാളെ മുതൽ പൂർണ്ണമായും എല്ലാ ബസ്സുകളും നാളെ മുതൽ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി കരാർ കാലാവധി കഴിഞ്ഞുവെന്നതിന്റെ ഒരു വർഷത്തിന് ശേഷം കരാർ പുതുക്കിയിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 4 ദിവസമായി ബസ് തൊഴിലാളികൾ സമരം നടത്തി വന്നിരുന്നത്. മേഖലയിൽ 200ഓളം ബസ്സുകളിലെ 600ഓളം തൊഴിലാളികളാണ് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ സമരത്തെ തുടർന്ന് പ്രദേശത്തെ വലിയ രീതിയിലുള്ള യാത്രാ ദുരിതമായിരുന്നു കഴിഞ്ഞ 4 ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. പലതവണ ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെങ്കിലും പലതവണയും ഗതാഗതം പൂർണ്ണമായി നാളെ മുതൽ പുനഃസ്ഥാപിക്കും. ചില ബസ്സുകളൊക്കെ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.